ഈ സംഭവം ശരിക്കും ഹൃദയഭേദകമാണ്. സിസ്റ്റത്തെക്കുറിച്ചും മനുഷ്യത്വമില്ലായ്മയെക്കുറിച്ചും കെന്ദുജാർ ജില്ലയിലെ മാലിപാസി ഗ്രാമത്തിലെ ജിതുമുണ്ടയുടെ അനുഭവം കേവലം ഒരു വാർത്തയല്ല, മറിച്ച് നമ്മുടെ നിയമവ്യവസ്ഥയിലെ പഴുതുകളും സാധാരണക്കാരോടുള്ള ഉദ്യോഗസ്ഥരുടെ മനോഭാവവും തുറന്നുകാട്ടുന്ന ഒന്നാണ്. 1. മനുഷ്യത്വമില്ലാത്ത ചുവപ്പുനാട അഥവാ റെഡ് ടേപ്പിസം. ബാങ്കു ജീവനക്കാർ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണെങ്കിലും ഒരാൾ തന്റെ സഹോദരി മരിച്ചു എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ അത് പരിശോധിക്കാൻ അവർക്ക് തയ്യാറാകാമായിരുന്നു. ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രമോ ഹാജരാക്കാൻ അവരോട് ആവശ്യപ്പെടാമായിരുന്നു. അതിനു പകരം മരിച്ചയാൾ നേരിട്ടു വരണം എന്നു വാശി പിടിക്കുന്നത് അങ്ങേയറ്റം ക്രൂരമാണ്. 2. വിദ്യാഭ്യാസവും വിവരമില്ലായ്മയും. ബാങ്കിലിരിക്കുന്നവർ വിദ്യാസമ്പന്നരായിരിക്കാം, പക്ഷേ ജിതുമുണ്ട എന്ന സാധാരണക്കാരന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. ഒരാൾക്ക് തന്റെ പ്രിയപ്പെട്ടവളുടെ മൃതദേഹം കുഴിച്ചെടുത്ത് ബാങ്കിൽ കൊണ്ടുവരേണ്ടി വരുന്നുവെങ്കിൽ അയാൾ അനുഭവിച്ച മാനസിക വിഷമം എത്രത്തോളമായിരിക്കും. 3. നിയമങ്ങൾ ആർക്കു വേണ്ടിയാണ്? വലിയ അഴിമതികൾ നടക്കുമ്പോൾ നിയമങ്ങൾ വഴിമാറിക്കൊടുക്കാറുണ്ട്. എന്നാൽ 19,300 രൂപ എന്ന ചെറിയ തുകയ്ക്ക് വേണ്ടി ഒരു ദരിദ്ര മനുഷ്യനെ മാസങ്ങളോളം ഓടിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയമാണ്. എന്താണ് ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്? നോമിനി ഉണ്ടോ എന്ന് പരിശോധിക്കുക. നോമിനി ഇല്ലെങ്കിൽ ഗ്രാമമുഖ്യന്റെയോ പ്രാദേശിക ഉദ്യോഗസ്ഥരുടെയോ റിപ്പോർട്ട് സ്വീകരിച്ച് തുക കൈമാറാനുള്ള നടപടികൾ സ്വീകരിക്കുക. ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് അയാളുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ ബോധ്യപ്പെടാമായിരുന്നു. ജിതുമുണ്ടയെ ലോകം വിഡ്ഢി എന്നു വിളിച്ചേക്കാം, പക്ഷേ യഥാർത്ഥത്തിൽ വിഡ്ഢികളായത് ആ മനുഷ്യന്റെ വേദന കാണാതെ പോയ ആ സിസ്റ്റമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സാധാരണക്കാർക്കായി ലളിതമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടേണ്ടതുണ്ട്. ജിതുമുണ്ടയുടെ ഈ ദയനീയാവസ്ഥ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെ അധികൃതർ ഇടപെടുകയും ആ തുക അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. ഈ വാർത്തയുടെ ബാക്കി പത്രം ഇങ്ങനെയാണ്: പണം കൈമാറി. സംഭവം വിവാദമായതോടെ ബാങ്ക് അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചു. ജിതുമുണ്ടയുടെ സഹോദരി കലാരാമുണ്ടയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന തുക നിയമപരമായ നടപടികൾ വേഗത്തിലാക്കി അദ്ദേഹത്തിന് കൈമാറി. പണം നൽകാൻ തയ്യാറാകാതിരുന്ന ബാങ്ക് ജീവനക്കാരുടെ നടപടിയിൽ ജില്ലാ ഭരണകൂടം വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന് ശേഷമുണ്ടായ മാറ്റങ്ങൾ. ഈ വാർത്ത വലിയ ചർച്ചയായതോടെ ബാങ്കിംഗ് മേഖലയിൽ താഴെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ഗൗരവകരമായ സംവാദങ്ങൾ നടന്നു. KYC നിയമങ്ങളിലെ ലഘൂകരണം. നിരക്ഷരരോ ദരിദ്രരോ ആയ ഉപഭോക്താക്കളുടെ കാര്യത്തിൽ ബാങ്ക് ഉദ്യോഗസ്ഥർ കൂടുതൽ സഹാനുഭൂതിയോടെ പെരുമാറണമെന്നും ഇത്തരം സന്ദർഭങ്ങളിൽ മാനുഷിക പരിഗണന നൽകി ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ, നേരിട്ടുള്ള പരിശോധന നടത്തണമെന്നും നിർദ്ദേശങ്ങൾ ഉയർന്നു. നോമിനേഷന്റെ പ്രാധാന്യം. അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ നോമിനിയെ വെക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഗ്രാമീണ മേഖലകളിൽ ബോധവൽക്കരണം ശക്തമാക്കാൻ ഈ സംഭവം കാരണമായി. നിയമസഹായം. ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണക്കാർക്ക് സഹായം നൽകാൻ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഇടപെടൽ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന ആവശ്യവും ഉയർന്നു. ഒരു മനുഷ്യന് തന്റെ സഹോദരിയുടെ അസ്ഥികൂടവുമായി ബാങ്കിലേക്ക് വരേണ്ടി വന്നു എന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് എന്നും ഒരു കറുത്ത പാടായി അവശേഷിക്കും. എങ്കിലും ആ വാർത്ത പുറം ലോകം അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അർഹമായ പണം വൈകിയാണെങ്കിലും ലഭിച്ചത്. ദരുണമായ സംഭവം നടന്നത് ഒഡീഷ സംസ്ഥാനത്താണ്. കൃത്യമായ സ്ഥലം താഴെ പറയുന്നവയാണ്: ജില്ല കിയോഞ്ചർ, പോലീസ് സ്റ്റേഷൻ പട്ന, ഗ്രാമം മാലിപാസി. ഒഡീഷയിലെ കിയോഞ്ചർ ജില്ലയിലുള്ള പട്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മാലിപാസി ഗ്രാമത്തിലാണ് ജിതുമുണ്ടയും സഹോദരിയും താമസിച്ചിരുന്നത്. അവിടെയുള്ള പ്രാദേശിക ബാങ്ക് ശാഖയിലാണ് ഈ സംഭവം അരങ്ങേറിയത്. അദ്ദേഹത്തിന്റെ സഹോദരി കലാരാമുണ്ടയുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ടായിരുന്നത് 19,300 രൂപയായിരുന്നു. ആ തുക പിൻവലിക്കാൻ വേണ്ടിയാണ് ആ പാവം മനുഷ്യന് തന്റെ സഹോദരിയുടെ അസ്ഥികൂടവുമായി ബാങ്കിലേക്ക് വരേണ്ടി വന്നത്.